IPL ആവേശത്തിലാണ് ക്രിക്കറ്റ് ലോകം. മാർച്ച് 22-ന് IPL 18-ാം സീസണിന് ആരംഭം കുറിക്കാൻ പോകുമ്പോൾ ഇന്ന് ഈ വീഡിയോയിലൂടെ ഓരോ ടീമിലെ ശ്രദ്ധിക്കേണ്ട പ്രധാന താരങ്ങൾ ആരൊക്കെയെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ചെന്നൈ സൂപ്പർ കിങ്സ് നൂർ അഹമ്മദ്. 10 കോടി മുടക്കി ചെന്നൈ ഇത്തവണ തങ്ങളുടെ ടീമിലെത്തിച്ച നൂർ അഹമ്മദ് എന്ന ഇടംകയ്യൻ ബ്രസ്റ്റ് സ്പിന്നറാണ് CSKയുടെ നിരയിൽ നിന്നും ഏറ്റവും ശ്രദ്ധിക്കേണ്ട താരം. ലേലത്തിൽ മുംബൈ ഇന്ത്യൻസിന്റെയും ആർടിഎം കാർഡുള്ള ഗുജറാത്തിന്റെയും വെല്ലുവിളികളെ എല്ലാം മറികടന്നാണ് CSK താരത്തെ ടീമിലെത്തിച്ചത്. T20 ഫ്രാഞ്ചൈസ് ക്രിക്കറ്റിലെ സ്ഥിര സാന്നിധ്യമായ താരം IPLൽ ഗുജറാത്തിന് വേണ്ടി 2 സീസണിൽ നിന്നും 24 വിക്കറ്റ് നേടിയിട്ടുണ്ട്. അശ്വിന്റെയും ജഡേജയുടെയും കൂടെ ചെപ്പോക്കിലെ സ്പിൻ ഫ്രണ്ടിലെ വിക്കറ്റിൽ നൂർ അഹമ്മദിന്റെ പ്രകടനം ശ്രദ്ധിക്കേണ്ട ഒന്നാണ്. ഡൽഹി ക്യാപിറ്റൽസ് KL രാഹുൽ. ചാമ്പ്യൻസ് ട്രോഫിയിലെയും ബോർഡർ ഗവാസ്കർ ട്രോഫിയിലെയും മികച്ച പ്രകടനത്തിന് ശേഷമാണ് രാഹുൽ IPLലോട്ട് വരുന്നത്. വൺ ഡേ ടെസ്റ്റ് ഫോർമാറ്റുകളിൽ താരം ഇന്ത്യൻ ടീമിന്റെ അവിഭാജ്യ ഘടകമാകുന്നുണ്ട് എങ്കിലും ഇപ്പോഴും T20 ടീമിൽ രാഹുലിന് സ്ഥാനമില്ല. അടുത്ത കൊല്ലം T20 വേൾഡ് കപ്പ് വരാൻ പോകുന്നത് കൊണ്ട് തന്നെ ഈ IPL രാഹുലിന് നിർണായകമാണ്. ക്യാപ്റ്റന്റെ ഭാരമൊന്നുമില്ലാതെയാണ് രാഹുൽ ഇത്തവണ ഇറങ്ങുന്നത്. 2018-ലെ പ്രകടനം ആവർത്തിക്കാൻ രാഹുലിന് സാധിക്കുമോ? കാത്തിരുന്നു കാണാം. ഗുജറാത്ത് ജയന്റ്സ് ഗിൽ. ഇന്ത്യൻ വൈസ് ക്യാപ്റ്റനായ ഗില്ല് തന്നെയാണ് ഗുജറാത്തിന്റെ നിരയിൽ നിന്നും ശ്രദ്ധിക്കേണ്ട താരം. 2023-ൽ മികച്ച IPL പ്രകടനം താരത്തിന് T20 ടീമിലോട്ടുള്ള സ്ഥാനം ഉറപ്പിച്ചു എന്ന് കരുതിയെങ്കിലും ഗില്ലിന് ഇന്നും T20 ടീമിൽ സ്ഥാനമില്ല. രോഹിത്തും കോഹ്ലിയും വിരമിച്ചുവെങ്കിലും അഭിഷേകും സഞ്ജുവുമാണ് നിലവിൽ ഇന്ത്യയുടെ T20യിലെ പ്രൈമറി ഓപ്ഷൻസ്. ജയ്സ്വാൾ കൂടെ മിന്നും പ്രകടനം നടത്തുമ്പോൾ ഇന്ത്യൻ വൈസ് ക്യാപ്റ്റന് ഇന്നും T20യിൽ സ്ഥാനമില്ല. അതുകൊണ്ട് തന്നെ ഈ സീസണിൽ ഒരു സ്ഫോടനാത്മകമായ പ്രകടനം ആവശ്യമാണ് ഗില്ലിന്. കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് അജിങ്ക്യ രഹാന. നിലവിലെ ചാമ്പ്യന്മാരുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട താരം ക്യാപ്റ്റൻ രഹാനെയാണ്. ഓപ്ഷനിൽ ആദ്യം അൺസോൾഡ് ആയ താരമാണ് ഇപ്പോൾ KKRന്റെ ക്യാപ്റ്റൻ കുപ്പായം അണിയുന്നത്. ക്യാപ്റ്റൻ എന്നതിനപ്പുറം രഹാനയുടെ ബാറ്റിംഗ് ആണ് ഇത്തവണ ശ്രദ്ധിക്കേണ്ടത്. കഴിഞ്ഞ വർഷത്തെ സെയ്ദ് മുസ്താഖ് അലി ട്രോഫിയിൽ 9 മത്സരങ്ങളിൽ നിന്ന് 469 റൺസ് നേടിയ രഹാന ടൂർണമെന്റിൽ ഏറ്റവും ഉയർന്ന റൺ വേട്ടക്കാരനായിരുന്നു. അതിൽ 5 അർദ്ധ സെഞ്ചുറികളും ഉൾപ്പെടുന്നു. മുംബൈ കിരീടം നേടിയപ്പോൾ ടൂർണമെന്റിലെ മികച്ച കളിക്കാരനായി രഹാന തന്നെയായിരുന്നു. അതുകൊണ്ട് താരത്തിന്റെ പ്രകടനം ശ്രദ്ധിക്കേണ്ട ഒന്നാണ്. ലക്നൗ സൂപ്പർ ജയന്റ്സ് ഋഷഭ് പന്ത്. റെക്കോർഡ് തുകയ്ക്കാണ് പന്ത് ഡൽഹിയിൽ നിന്നും ലക്നൌവിലോട്ട് എത്തുന്നത്. താരത്തിന്റെ റെക്കോർഡ് തുകയ്ക്ക് അപ്പുറം വൈറ്റ് ബോൾ ക്രിക്കറ്റിൽ ഇന്ത്യൻ ടീമിൽ സ്ഥാനം നിലനിർത്താൻ പന്തിന് ഈ സീസൺ നിർണായകമാണ്. T20 വേൾഡ് കപ്പ് ടീമിന്റെ ഭാഗമായിരുന്നു എങ്കിലും പിന്നീട് ഒരു T20 സ്ക്വാഡിൽ പോലും പന്തിന് സ്ഥാനം ലഭിച്ചിട്ടില്ല. ഏകദിനത്തിൽ താരത്തിന് പ്ലെയിൻ ലെവലിൽ അവസരമുണ്ടായിരുന്നില്ല. രാഹുലിനെയും സഞ്ജുവിനെയും മറികടന്ന് ടീമിൽ സ്ഥാനമുറപ്പിക്കാൻ പന്തിന് നിർണായകമാണ് ഈ സീസൺ. മുംബൈ ഇന്ത്യൻസ് മിച്ചൽ സാറ്റ്നർ. ന്യൂസിലാൻഡിനെ ചാമ്പ്യൻസ് ട്രോഫി ഫൈനലിലേക്ക് നയിച്ച അവരുടെ ക്യാപ്റ്റൻ സാറ്റ്നർ നിലവിൽ മികച്ച ഫോമിലാണ്. IPLലും ഡീസന്റ് പെർഫോമൻസ് ആണ് താരം CSKയ്ക്ക് വേണ്ടി കാഴ്ചവെച്ചിരിക്കുന്നത്. നിലവിൽ മുംബൈ ഇന്ത്യൻസ് നേരിടുന്ന പ്രധാന പ്രശ്നം അവരുടെ സ്പിൻ ഡിപ്പാർട്ട്മെന്റ് ആകുമ്പോൾ സാറ്റ്നറുടെ പ്രകടനം ടീമിന് നിർണായകമാണ്. മുംബൈ ഇന്ത്യൻസിന്റെ കുതിപ്പിന് സാറ്റ്നർ ഒരു നിർണായക ഘടകമാണ്. പഞ്ചാബ് കിങ്സ് ശ്രേയസ് അയ്യർ. IPL വിജയത്തിലേക്ക് കൊൽക്കത്തയെ നയിച്ച അയ്യർ ഇത്തവണ ഇറങ്ങുന്നത് പഞ്ചാബിന്റെ നായകനായിട്ടാണ്. IPLന് പുറമെ അയ്യർ നയിച്ച മുംബൈ ആയിരുന്നു കഴിഞ്ഞ സെയ്ദ് മുസ്താഖ് അലി ട്രോഫി നേടിയത്. അതുകൊണ്ട് തന്നെ പ്രതീക്ഷകളുടെ ഭാരമേറിയാണ് അയ്യർ വരുന്നത്. ചാമ്പ്യൻസ് ട്രോഫിയിലെ മികച്ച പ്രകടനം താരത്തിന് ഏകദിന ടീമിൽ സ്ഥാനം ഉറപ്പിക്കാൻ സഹായമായെങ്കിലും നിലവിൽ T20 ടീമിൽ അയ്യർക്ക് സ്ഥാനമില്ല. വരാനിരിക്കുന്ന T20 വേൾഡ് കപ്പിൽ സ്ഥാനം ഉറപ്പിക്കാൻ ശ്രേയസ് അയ്യർ എന്ന ബാറ്റർക്ക് ഈ സീസൺ നിർണായകമാണ്. രാജസ്ഥാൻ റോയൽസ് ധ്രുവ് ജൂറൽ. 2023-ൽ ഇമ്പാക്ട് പ്ലെയറായി മികച്ച പ്രകടനത്തോടെയാണ് ജൂറൽ കടന്നു വരുന്നത്. റിട്ടൻഷനിൽ 14 കോടി കൊടുത്ത് സഞ്ജു ഉള്ളപ്പോൾ പോലും ജൂറൽ എന്ന വിക്കറ്റ് കീപ്പറിനെ ടീം നിലനിർത്തിയത് അദ്ദേഹത്തിന്റെ ടാലന്റ് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാണ്. നാഷണൽ ടീമിൽ അവസരം കിട്ടിയെങ്കിലും T20യിൽ മികച്ച പ്രകടനം നടത്താൻ താരത്തിന് ഇതുവരെ സാധിച്ചിട്ടില്ല. ഒരു ഫിനിഷറായും കീപ്പറായും ജൂറൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചാൽ പ്രത്യേകിച്ച് സഞ്ജു സാംസൺ ഇപ്പോഴും ഒരു വിരൽ ശസ്ത്രക്രിയയ്ക്ക് ശേഷം തിരിച്ചെത്തുന്ന സാഹചര്യത്തിൽ IPL 2025 അദ്ദേഹത്തിന്റെ T20 കരിയറിലെ ഒരു വലിയ വഴിത്തിരിവായി മാറിയേക്കാം. റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ രജത് പട്ടിദാർ.
മധ്യപ്രദേശിന്റെ ഒരു സാധാരണ കളിക്കാരനിൽ നിന്നും IPLൽ ഏറ്റവും കൂടുതൽ ഫാൻസ് ബേസ് ഉള്ള ടീമുകളിലെ ഒന്നിന്റെ നായകനായിട്ടാണ് പട്ടിദാർ ഇത്തവണ ഇറങ്ങുന്നത്. കഴിഞ്ഞ സെയ്ദ് മുസ്താഖ് അലി ട്രോഫിയിൽ മധ്യപ്രദേശ് ടീമിനെ ഫൈനലിലേക്ക് നയിച്ച ക്യാപ്റ്റൻ പട്ടിദാറിന് യഥാർത്ഥ പരീക്ഷണം ഇത്തവണ IPLൽ തന്നെയാകും. ബാറ്റർ എന്ന നിലയിലും ക്യാപ്റ്റൻ എന്ന നിലയും താരത്തിന്റെ പ്രകടനം ഇത്തവണ ശ്രദ്ധിക്കേണ്ട ഒന്നാണ്. ടീം ഒന്നടങ്കം പൊളിച്ചെഴുതി വരുന്ന പുതിയ RCBയെ താരം എങ്ങനെ നയിക്കുമെന്നതും ഇൻട്രസ്റ്റിംഗ് ആയി കാണേണ്ട ഒന്നാണ്. സൺറൈസേഴ്സ് ഹൈദരാബാദ് ഇഷാൻ കിഷാൻ വ്യക്തിപരമായ കാരണങ്ങളാൽ ദക്ഷിണാഫ്രിക്കൻ പര്യടനം ഉപേക്ഷിച്ചതിനു ശേഷം കിഷാനെ ഇന്ത്യൻ ടീമിൽ കണ്ടിട്ടില്ല. 2024 IPLൽ മുംബൈ ഇന്ത്യൻസിനായി കളിച്ച് തിരിച്ചെത്തിയെങ്കിലും മികച്ച പ്രകടനം നടത്താൻ കഴിഞ്ഞില്ല. കഴിഞ്ഞ വർഷം ആഭ്യന്തര ക്രിക്കറ്റിൽ ജാർഖണ്ഡിന് വേണ്ടി എല്ലാ ഫോർമാറ്റിലും മികച്ച പ്രകടനമാണ് താരം കാഴ്ചവെച്ചത്. ഓസ്ട്രേലിയക്കെതിരെ ഇന്ത്യ Aക്ക് വേണ്ടി കളിക്കാനും താരത്തിന് സാധിച്ചിരുന്നു. എന്നാൽ ഇന്ത്യയുടെ മെയിൻ ടീമിൽ ഇടം നേടാൻ താരത്തിന് സാധിച്ചിട്ടില്ല. 2025 IPLൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനായി മികച്ച പ്രകടനത്തിലൂടെ സെലക്ടർമാരുടെ റഡാറിൽ തിരിച്ചെത്താനാണ് കിഷാൻ ലക്ഷ്യമിടുന്നത്. അഭിഷേക് ശർമ്മയും ട്രാവിസ് ഹെഡും ഓപ്പണർമാരെ എത്തുന്നതോടെ അടുത്ത വർഷത്തെ T20 ലോകകപ്പിന് മുൻപ് ഇന്ത്യൻ ടീമിലേക്ക് തിരിച്ചെത്തണമെങ്കിൽ കിഷാൻ പുതിയൊരു റോളുമായി പൊരുത്തപ്പെടേണ്ടി വരും. ഇതുപോലുള്ള കായിക ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.